പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ്ലിൻ പ്രയർ ഫാമിലി ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ വചനം സംസാരിപ്പാൻ ദൈവം ഒരുക്കിത്തരുന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെയും പേജിൻ്റെയും അഡ്മിനായിരിക്കുന്ന സിസ്റ്റർ റോസ്ലിൻ അവറുകളെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ പങ്കുചേരുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നാം അല്പനിമിഷം ദൈവവചനത്തിലൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവവചനം എന്നുള്ളതാണ്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യത എന്താണ് എന്നുള്ളതാണ്. നമുക്ക് 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യം ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, വചനധ്യാനത്തിനായി പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ തിരുനാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങൾക്കൊരുമിച്ച് ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതോർത്ത് സ്തോത്രം. നിന്റെ ജനത്തെ ആദരിക്കണം, എല്ലാ നന്മയും പകരണം. രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനവിഭാഗമാണ് ദൈവ വിശ്വാസികൾ. 119 സങ്കീർത്തനം 8 വാക്യങ്ങൾ വീതമുള്ള 22 ഭാഗങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് വചനത്തിൻ്റെ പ്രാധാന്യം എടുത്ത് പറയുന്ന ഒരധ്യായമാണ്. ഈ വചനത്തിൻ്റെ പ്രാധാന്യം എടുത്ത് പറയുന്ന ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. 279 വാക്യങ്ങളിലും വചനത്തിൻ്റെ പ്രാധാന്യത എടുത്ത് പറഞ്ഞിരിക്കുന്നു. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അങ്ങനെ എല്ലാ വാക്യങ്ങളിലും വചനത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് 119 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എബ്രായ ഭാഷയുടെ ആൽഫബറ്റുകളായി 22 ആൽഫബറ്റുകളുടെ പ്രാസത്തിലാണ് ഇവിടെ ഓരോ 8 വാക്യങ്ങളിലായി 276 വാക്യങ്ങൾ ചേർത്ത് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്നത്. നാം ഇന്ന് വായിച്ച വേദഭാഗം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാർ പറയുന്നത് വചനം ദീപമാണ്, വചനം പ്രകാശമാണ്. നമുക്ക് വചനത്തിന് ദൈവത്തോളം തന്നെ പ്രാധാന്യം വിശുദ്ധ ബൈബിൾ കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം തിരുവചനത്തിനുണ്ട്. തിമോഥെയോസ് പറയുമ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണെന്ന് രേഖപ്പെടുത്തുന്നു. അത് മുഖാന്തരം ദൈവത്തിൻ്റെ മനുഷ്യൻ വകതിരിവ് പ്രാപിച്ച് കൊള്ളാവുന്നവനായി തീരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോൾ വചനത്തിന് വലിയ പ്രാധാന്യം ദൈവമക്കളുടെ ഇടയിലും ലോകത്തിലും ഉണ്ട്. വചനം അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്ന 2 വിഭാഗം എല്ലാ കാലത്തുമുണ്ട്. എന്താണ് വചനത്തെക്കുറിച്ച് തിരുവചനം പറയുന്നതെന്നുള്ള ചില ചിന്തകൾ മാത്രം ദൈവമക്കളുമായി പങ്കുവെച്ച് ദൈവസന്നിധിയിലായിരിക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇരമ്യാവിനോട് ചോദിച്ചാൽ ഇരമ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ യിരെമ്യാവ് പറയുകയാണ് 23-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം,
എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ വചനം തീ പോലെയാണ്, തീ പോലെയാണ്. വേഗത്തിൽ ശുദ്ധീകരിക്കും തോറും ദൈവ തേജസ് കൂടുന്ന ഒരു തീ പോലെയാണ് ദൈവത്തിന്റെ വചനം എന്ന് യിരെമ്യാവ് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ അത് പാറയെ തകർക്കുന്ന ചുറ്റികയെന്ന് ഇവിടെ ദൈവാത്മാവ് യിരെമ്യാവിനോട് പറയുകയാണ്. യിരെമ്യാവിനെ വിളിക്കുമ്പോൾ യിരെമ്യാവിന് 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എന്നാൽ ദൈവം യിരെമ്യാവിനെ വിളിച്ചപ്പോൾ യിരെമ്യാവ് ദൈവത്തോട് പറഞ്ഞു, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കുവാൻ അറിയുകയില്ല. എന്നാൽ ദൈവം അവന്റെ നാവിന്മേൽ തൊട്ടു, എന്നിട്ട് പറഞ്ഞു, എന്റെ വചനം ഞാൻ നിന്റെ വായിൽ തന്നിരിക്കുന്നു, അതുകൊണ്ട് നീ സംസാരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയരുത്. നിന്റെ വായിൽ എന്റെ വചനം തന്നതുകൊണ്ട് തന്നെ നിനക്ക് പണിയുവാൻ അധികാരമുണ്ട്, നിനക്ക് ഇടിച്ചു കളയുവാൻ അധികാരമുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ദൈവവചനം ഒരുവന്റെ ഉള്ളിൽ വന്നാൽ അവൻ പണിയപ്പെടുവാൻ തക്കവണ്ണം അവന് ദൈവവചനത്തിന്റെ ആധികാരികത ലഭിക്കും. അപ്പോൾ തന്നെ പണിയപ്പെടുക മാത്രമല്ല, ചിലത് ഇടിച്ചു കളയുവാനുള്ള അധികാരം ലഭിക്കും. യിരെമ്യാവ് 23:29 അത് രേഖപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ വചനം തീ പോലെയാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഇത് യിരെമ്യാവ് അനുഭവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഇന്ന് സന്ധ്യയെങ്കിൽ നാം തിരിച്ചറിയുക, വചനം എവിടെയുണ്ടോ അവിടെ ദൈവം സൃഷ്ടി നടത്തും. അവിടെ ഇല്ല എന്ന് പറയുന്നത് ഹല്ലേലൂയ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ വചനം ഏത് കുടുംബത്തിൽ ഉയർന്നിട്ടുണ്ടോ ആ കുടുംബത്തെ എല്ലാം ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ വചനത്തെ ആലിംഗനം ചെയ്താൽ അത് നിന്നെ ഉയർത്തുമെന്നാണ് സദൃശവാക്യം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഒരു പക്ഷേ അല്പം കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നത്. ഞങ്ങൾ പറയട്ടെ, വചനമാരനുസരിക്കുമോ അവരെ അനുഗ്രഹിക്കുന്ന, അവരെ ഉയർത്തുന്ന നല്ലൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. വചനം തീയാണ്, അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അപ്പോൾ തന്നെ യിരെമ്യാവ് പറയുകയാണ്, യിരെമ്യാവ് ചിലപ്പോഴൊക്കെ ശുശ്രൂഷകളാലും തന്റെ ജീവിതത്തിൽ വന്ന ശത്രുവിന്റെ തിക്താനുഭവങ്ങളാലും പുരോഹിത വൃന്ദത്തിൽ നിന്നുണ്ടായ ദോഷപ്രവൃത്തികളാലും, നമുക്കറിയാം പശൂർ പുരോഹിതൻ യിരെമ്യാവിനെ അടിക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ വേദനപ്പെടുന്ന യിരെമ്യാവ് തന്നെ പലപ്പോഴും കുഴിയിലിട്ടിട്ടുണ്ട്, പ്രവചിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ സത്യമായതുകൊണ്ട് തന്നെ ആ വചനത്തെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വചനത്തെ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്ന ഒരു പദമുണ്ട്. നോക്കൂ, അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ഈ വാക്കു പറഞ്ഞതുകൊണ്ട്. ഏതു വാക്കാണ്? ദൈവവചനം വിശ്വസിക്കാത്ത ഇസ്രായേൽ ജനമുള്ളതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും, ഈ ജനത്തെ വിറകുമാക്കും, ഈ ജനത്തെ വിറകുമാക്കും. അനുസരിക്കാത്ത, വചനം കേൾക്കാൻ മനസ്സില്ലാത്ത, വചനത്തെ അനുസരിക്കാതെ മുൻപോട്ടു പോകുന്ന ഒരു കൂട്ടരോട് യിരെമ്യാവിലൂടെ പറയുകയാണ്, നിന്റെ വായിൽ എന്റെ വചനത്തെ തീയാക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഈ വചന കേൾവി നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഈ വചന കേൾവി നിങ്ങളുടെ കുടുംബത്തെ പണിയുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളെ അലട്ടുന്ന വല്ലാത്ത എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ ആ ഭാരത്തിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ദൈവവചനമാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രസ്താവിക്കുന്നത്. ആ വചനം നിങ്ങളെ ഉദ്ധരിക്കുന്നതാണ്, നിങ്ങളുടെ കുടുംബത്തിന് രക്ഷ വരുത്തുന്നതാണ്, വ്യക്തിപരമായി നിങ്ങൾക്ക് ആത്മീക ചൈതന്യം വരുത്തുന്നതാണ്. അപ്പോൾ തന്നെ നിത്യതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ്. യിരെമ്യാവ് പറയുകയാണ്, എന്റെ വായിൽ ദൈവത്തിന്റെ വചനം തീയായി തന്നിരിക്കുന്നു. എന്നാൽ അനുസരിക്കാത്ത ഒരുവരെ നോക്കി ദൈവം പറയുകയാണ്, ആ ജനത്തെ ഞാൻ വിറകാക്കുകയാണ്. ദൈവവചനം അനുസരിക്കാത്തവർ തീക്കിരയാകുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവവചനം അനുസരിക്കുന്ന ഏതു വ്യക്തിയും ഉയർത്തപ്പെടുകയും മാനിക്കപ്പെടുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ളത് തിരുവചനത്തിന്റെ സത്യമാണ്.
അതുകൊണ്ട് ദൈവവചനത്തിന് വളരെ പ്രാധാന്യം നമുക്ക് കൽപ്പിക്കുവാൻ കഴിയും. യിരെമ്യാവ് തന്നെ പറയുന്ന ഒരു പദപ്രയോഗം 20-ാം അധ്യായം 9-ാം വാക്യത്തിലുണ്ട്. ശുശ്രൂഷകളാൽ താൻ ഭാരപ്പെട്ടും നിന്നയും അപമാനവും ഒക്കെ ഏറ്റുമിരിക്കുമ്പോൾ ഇനി ഞാൻ അവനെ ഓർക്കയില്ല എന്ന് 20-9 യിരെമ്യാവ് പറയുന്നുണ്ട്. അവന്റെ നാമത്തിൽ ഇനിയും സംസാരിക്കയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, എന്റെ അസ്ഥികളിൽ ആ വചനം അടയ്ക്കപ്പെട്ടിട്ട് ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ യിരെമ്യാവ് തന്നെ പറയുകയാണ്, എന്റെ അസ്ഥികളിൽ ആ വചനം അടയ്ക്കപ്പെട്ടിട്ട്, അതെന്റെ ഹൃദയത്തിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ അസ്ഥികളിൽ കത്തുകയാണ്. ഒരു പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് യുവർ വേർഡ് ഈസ് ലൈക്ക് എ ഫ്ലേമിംഗ് ഫയർ ഓൺ മൈ ബോൺസ് എന്നാണ്. എന്റെ അസ്ഥികളിൽ ഇത് കത്തുന്ന വചനമാണ്. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളെ, വചനം നമ്മുടെ അസ്ഥികളിലേക്ക് ഇറങ്ങുന്നതാണ്. വചനം നമ്മുടെ പ്രാണനിലേക്ക് തുളച്ചു കയറുന്നതാണ്. സന്ധി മജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ചൈതന്യമുള്ള വചനമാണ് ദൈവത്തിന്റെ വചനം. എബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും സന്ധികളെയും മജ്ജകളെയും അപ്പോൾ തന്നെ ഹൃദയങ്ങളുടെ വിവേചനങ്ങളെ വിവേചിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന വചനമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം എപ്പോഴും ചിന്തിക്കുക, യിരെമ്യാവ് പറയുകയാണ്, നിന്റെ വചനം തീ പോലെയാണ്, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. നിന്റെ വചനം എന്റെ വായിൽ തീയാണ്, കേൾക്കുന്ന ജനത്തെ വിറകാക്കുകയാണ്. അപ്പോൾ തന്നെ അനുസരിക്കാത്തവരുണ്ട്, അവർ വിറക് പോലെയായിത്തീരുമ്പോൾ അനുസരിച്ച ദൈവമക്കൾ ഏറ്റവും തേജസ്സോടെ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ടെന്ന് വചനം തന്നെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ യിരെമ്യാവ് പറയുകയാണ്, ഞാൻ ഇനി മിണ്ടത്തില്ല, ഞാൻ പറയുമ്പോഴല്ലേ എല്ലാവരും എനിക്ക് നേരെ ശബ്ദമുയർത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കാമെന്ന് നോക്കിയപ്പോൾ അത് ഹൃദയത്തിൽ യിരെമ്യാവിന് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അസ്ഥിക്കകത്ത് തീയായി മാറുകയാണ്. ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ അസ്ഥി സംബന്ധമായ വിഷയങ്ങളും നിങ്ങളുടെ ശാരീരിക സംബന്ധമായ വിഷയങ്ങളും ഏതു വിഷയങ്ങളെ പരിഹരിപ്പാൻ ദൈവത്തിന്റെ വചനത്തിന് അധികാരമുണ്ട്. യിരെമ്യാവ് പറയുന്നത് ഈ വചനം തീയാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണെന്ന് പറയുകയാണ്. ഞങ്ങൾ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഇന്ന് ഈ രാത്രിയിൽ ഓർക്കുക, നിങ്ങളുടെ ഏതു പ്രതിസന്ധിയും മാറ്റുവാൻ കഴിയുന്ന ഏക ശക്തി, ഏക വ്യക്തിത്വം ദൈവമാണ്, ദൈവത്തിന്റെ വചനമാണ്. അത് യിരെമ്യാവ് തീ പോലെ അനുഭവിച്ചു, കണ്ടു, വിടുതൽ പ്രാപിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, ഇത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഏത് കഠിന ഹൃദയനെയും മെഴുകുപോലെ ഉരുക്കുന്ന ദൈവവചനത്തിന്റെ മുമ്പിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കല്ലായ ഹൃദയങ്ങളെ മാറ്റി മാംസളമായ ഹൃദയങ്ങളെ തരുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ല് മുഖാന്തരം നമ്മുടെ ശരീരം വേദനപ്പെടും. കിഡ്നി സ്റ്റോൺ ഒരു പക്ഷേ ആഹാരത്തിൽ നിന്നുണ്ടാകുന്നതാണെങ്കിലും ആ കിഡ്നി സ്റ്റോൺ മുഖാന്തരം നാം രോഗിയായിത്തീരും, ക്ഷീണിതരായിത്തീരും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ കട്ടിയായ ഏതെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തെ താളടിയാക്കും. എന്നാൽ അതിനെ ഉരുക്കിക്കളയുവാൻ കഴിയുന്ന ഏക ചുറ്റിക, ഏക ശക്തി ദൈവത്തിന്റെ വചനമാണ്. അത് ജീവിതത്തിൽ പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. യിരെമ്യാവ് പറഞ്ഞു, നിന്റെ വചനം തീയാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. യെശയ്യാവിലേക്ക് വരുമ്പോൾ യെശയ്യാവ് പറയുന്നത് 55:11 എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഒന്നിത് തീയും ചുറ്റികയുമാണെങ്കിൽ, രണ്ട്, ഇത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് ദൈവത്തോളം അധികാരമുണ്ട്. ദൈവത്തോളം അധികാരമുണ്ടെന്ന് പറയുമ്പോൾ ദൈവം ഒരിക്കലും ഫോഷ്ക്ക് പറയുവാൻ കഴിവുള്ള ദൈവമല്ല, ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. ദൈവത്തിന്റെ തിരുവചനത്തിൽ നാം കാണുന്നു, എബ്രായ ലേഖനം
7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്കറിയാം, 2 കാരണങ്ങളാൽ വിശ്വസിക്കുക. 1, അവന്റെ അടുക്കൽ വരുന്ന ആരെയും അവൻ ഉപേക്ഷിക്കുകയില്ല. 2, ദൈവത്തിന് ഫോഷ്ക് പറയുവാൻ കഴിയുകയില്ല. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം ചുവന്നതാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇത് ചുമപ്പാകയില്ല. ഞാൻ പറയുന്നത് കള്ളമാണ്. 100 പേരെ കൊണ്ട് പറയിപ്പിച്ചാലും ഇത് ചുമപ്പാകയില്ല. കാരണം ഇത് വെള്ള നിറമാണ്. എന്നാൽ ദൈവം പറയട്ടെ, സന്തോഷിച്ചിരിക്കുന്നത് ചുമപ്പാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഇത് ചുമപ്പാകും. കാരണം ദൈവത്തിന് നുണ പറയുവാൻ കഴിയുകയില്ല. അവൻ നുണ പറയുവാൻ കഴിവുള്ളവനല്ല. ദൈവം ഏത് കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അവന്റെ വചനം അത് വെറുതെ ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക. അപ്പം ദൈവം വാ തുറന്നാൽ ഒരു ഉദ്ദേശമുണ്ട്, വചനം അയച്ചാൽ ഒരു ഉദ്ദേശമുണ്ട്. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ചു, അവരെ സൗഖ്യമാക്കി. എവിടെയാണ്? മരുഭൂമിയിൽ ഏറ്റവും വലിയ സഭയെ നയിച്ച മോശയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ മോശയുടെ കഴിവ് കൊണ്ടല്ല സൗഖ്യമുണ്ടായത്. മോശയ്ക്ക് ദൈവം കൊടുത്ത വചനത്താലാണ് സൗഖ്യമുണ്ടായത്. അവരുടെ രോഗം മാറിയത്, അവരുടെ വസ്ത്രം പഴുകാതിരുന്നത്, അവരുടെ ചെരുപ്പ് തേയാതിരുന്നത്, അവരിൽ ഒരുവനും ബലഹീനനാകാതിരുന്നത് ഈ വചനം അയക്കപ്പെട്ടത് കൊണ്ടാണ്. ഈ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും. അവിടെ പറയുകയാണ് 55:11 യെശയ്യാവ് പറഞ്ഞു, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, അത് വെറുതെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുകയില്ല, മറിച്ച് അത് കാര്യം സാധിപ്പിച്ചു മാത്രമേ മടങ്ങി വരികയുള്ളൂ. നിവർത്തിക്കും, സാധിക്കും. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ദൈവവചനത്തിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ കാര്യങ്ങളെ സാധിപ്പിച്ചു തരും, നിങ്ങളുടെ കാര്യങ്ങളെ നിവർത്തിച്ചു തരും, നിങ്ങളുടെ തലമുറകളുടെ വിഷയങ്ങളെ നിവർത്തിച്ചു തരും. അനേകായിരങ്ങൾ അവിടെയും ഇവിടെയും കാര്യസാധ്യത്തിനു വേണ്ടി ഓടുമ്പോൾ വചനമനുസരിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിച്ചു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ ചെങ്കടലിനെ 2ആയി വിഭജിച്ചു. അവൻ എരിഹോവിനെ തകർത്ത് ആ പാളയത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ജയം കൊടുത്തു. വചനമനുസരിച്ച് എല്ലാവരും വാഗ്ദത്ത നാട്ടിലെത്തുവാൻ ദൈവം കൃപ ചെയ്തു. എന്നാൽ വിശ്വസിക്കാത്തവർ വഴിയിൽ പട്ടുപോകുവാനിടയായി തീർന്നു. ദൈവങ്ങളെ, മരുഭൂമിയിൽ ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല അവർ തളർന്നു പോയത്. അവർ തളർന്നു പോകുവാൻ കാരണം മറ്റൊന്നുമല്ല, അവിശ്വാസമാണ്. മരുഭൂമിയിൽ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നു, പക്ഷേ അവര് തളർന്നു പോയതിന്റെ കാരണം ചിലർ വിശ്വസിച്ചില്ല. അവരെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ട് കൊന്നുകളഞ്ഞു എന്ന തിരുവചനം പറയുന്നത്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഇല്ലായ്മയല്ല നമ്മളെ തകർക്കുന്നത്, അവിശ്വാസമാണ് നമ്മളെ തകർക്കുന്നത്. സാമ്പത്തിക പരാധീനതയല്ല നമ്മളെ തകർക്കുന്നത്. ദൈവത്തിലുള്ള ആശ്രയം കുറയ്ക്കുമ്പോഴാണ് നാം തകർച്ച അനുഭവിക്കുന്നത്. ഈ പ്രസംഗിക്കുന്ന ഞങ്ങൾക്കുൾപ്പെടെ നമുക്കൊക്കെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ കണ്ടേക്കാം. പക്ഷേ ഒരു കാര്യം വാസ്തവമായി തിരിച്ചറിയുക, നമ്മുടെ ക്ലേശങ്ങളല്ല നമ്മളെ തകർക്കുന്നത്, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല നമ്മളെ തകർക്കുന്നത്. പലപ്പോഴും നമ്മളെ തകർക്കുന്നത് നമ്മുടെ അവിശ്വാസമാണ്. അവിശ്വാസം നമ്മളെ തകർത്ത് കളയുമ്പോൾ പലപ്പോഴും ശത്രു സന്തോഷിക്കും. എന്നാൽ വിശ്വാസമുള്ള ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നെ ഉദ്ധരിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തെ നിവർത്തിക്കുവാനാണ്. അവൻ അയച്ച കാര്യം സാധിപ്പിക്കുവാൻ വേണ്ടിയാണ്. യെശയ്യാവ് വീണ്ടും 40:8 പറയുന്നു, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഏക പ്രതിഭാസം ദൈവത്തിന്റെ വചനമാണ്. 2000 വർഷമായിട്ടും ഇന്നും ഈ വചനത്തിന് മാറ്റമില്ലാത്തതിന്റെ കാരണം, ഈ വചനം തെറ്റാണെന്ന് ആർക്കും പറയാൻ കഴിയാത്തതിന്റെ കാരണം, ഈ വചനം ദൈവത്തിന്റെ ഉച്ചാരണമാണ്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും പുറപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വചനം 100% വിശുദ്ധമാണ്
സത്യമാണ്. ഇതിന്റെ വള്ളിയോ പുള്ളിയോ മാറിപ്പോകയില്ല. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, കുന്നുകൾ മാറിപ്പോകും. പക്ഷേ ദൈവത്തിന്റെ വചനം അതൊരിക്കലും മാറിപ്പോകയില്ല. നമുക്കറിയാം, ആ പദപ്രയോഗവും ആ പ്രവചനവും എന്തിനോട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ ഒലിവുമലയിൽ യേശുക്രിസ്തു കാലുവെക്കുമ്പോൾ ഒലിവുമല രണ്ടായി പിളരും. കുന്നുകൾ മാറിപ്പോകും, പർവ്വതങ്ങൾ മാറിപ്പോകും. എന്നാൽ എന്റെ നിയമം നിന്നെ വിട്ട് മാറുകയില്ല. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, വചനം ഒരു നാളും മാറിപ്പോയില്ല. പുല്ലും പൂവും ഒക്കെ ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളെ കേന്ദ്രീകരിച്ചു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ലഭിച്ച നന്മയും അനുഗ്രഹവും ഒക്കെ പുല്ലുപോലെയും പൂ പോലെയും ഉള്ളൂ. ഇതൊക്കെ നാളെ തീർന്നു പോകുന്നതാണ്. എന്നാൽ എൻ്റെ അകത്ത് ദൈവം തന്ന വചനമുണ്ടല്ലോ, ആ വചനം ഒരു നാളും ഉതിർന്നു പോകയില്ല. പത്രോസ് അപ്പോസ്തലൻ അത് എടുത്തു പറഞ്ഞു. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഈ വചനത്തെ ആശ്രയിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ വചനം നമ്മുടെ ഉള്ളിൽ എത്തപ്പെട്ടത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വന്ന് ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ആ വചനം ജഡമായി തീർന്നു. തീയായ, പാറയെ തകർക്കുന്ന ചുറ്റികയായ, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായ, കാര്യം സാധിപ്പിക്കുന്ന, കാര്യങ്ങളെ നിവർത്തിച്ചു തരുന്ന ആ ദൈവത്തിന്റെ വചനം, നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം 119 സങ്കീർത്തനം അതിന്റെ 89 വാക്യത്തിൽ പറഞ്ഞു, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ഇതാ താഴേക്ക് ഇറങ്ങി വരികയാണ്. 119 സങ്കീർത്തനം 89 നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ 105 സങ്കീർത്തനത്തിൽ 105 വാക്യത്തിൽ പറയുകയാണ്, നിന്റെ വചനം എന്റെ കാലിന് ദീപമാണ്. സ്വർഗത്തിൽ സ്ഥിരമായിരുന്ന, പിതാവിനോട് സമത്വമുണ്ടായിരുന്നവൻ, നമ്മുടെ പാദങ്ങളിൽ വെളിച്ചമാകുവാൻ, നമ്മുടെ പാതയ്ക്ക് പ്രകാശമാകുവാൻ 2000 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങി വന്ന മഹാസ്നേഹത്തെ ഇന്ന് രാത്രിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് ഈ സന്ദേശം ഞാൻ മുൻപോട്ട് കൊണ്ടുപോകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്പനിമിഷം കൂടെ ഇതാ യേശു ക്രിസ്തു ആകുന്നവൻ, വചനമായവൻ ജഡമായി തീർന്നു. യോഹന്നാൻ അവനെ കണ്ടു. 1:1 ഇങ്ങനെ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനമായവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ലോകത്തിന്റെ വെളിച്ചമാകുവാൻ, സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി യേശു ക്രിസ്തുവായവൻ വചനമായി വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു എന്ന ദൈവത്തോട് സമത്വമുണ്ടായിരുന്ന വചനമായവൻ, ലോഗോസായവൻ, തൃത്വത്തിൽ രണ്ടാമനായവൻ, പിതാവിനോട് സമത്വമുണ്ടായിരുന്നവൻ, സ്വർഗത്തിലെന്നേക്കു സ്ഥിരമായിരുന്നവൻ, എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും, എന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വചനം ജഡമായി തീർന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ക്രൈസ്തവ ലോകത്തിന് ഞങ്ങൾക്ക് പ്രസ്താവിപ്പാനുള്ള ഏറ്റവും വലിയ ശബ്ദം ഇതാണ്. വചനം ഏതെങ്കിലും അശരീരി പോലെ നിൽക്കുകയല്ല, വചനം ജഡമായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1:14 ഇങ്ങനെ പറഞ്ഞു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് യേശു ഇറങ്ങി വന്നത്. ഞങ്ങളെ കേൾക്കുന്നവരെ, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് യേശു ഇറങ്ങി വന്നത്. ദുഷ്ടനെ നിഗ്രഹിക്കുവാനല്ല വന്നത്, ദുഷ്ടനെയും പാപിയെയും രക്ഷിക്കുവാനാണ് യേശു വന്നത്. യേശുവിനെ ഇവിടുത്തെ മതപുരോഹിതന്മാർ അന്ന് വിളിച്ച പേരുണ്ട്, പാപികളുടെ സ്നേഹിതൻ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവരെ, യേശു ക്രിസ്തു ഏതു പാപിയെയും മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുവാനാണ് ഇറങ്ങി വന്നത്. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുവാനാണ് യേശു ക്രിസ്തു ഇറങ്ങി വന്നത്. നിങ്ങളുടെ അകത്തെ പാപിയായ മനുഷ്യന് പുതിയ ജീവൻ കൊടുക്കുവാനാണ് യേശു ക്രിസ്തു വന്നത്. പാപത്തെ നീക്കിക്കളഞ്ഞ് പാപിക്ക് ജീവരക്ഷ വരുത്തുവാൻ വചനമായ ക്രിസ്തു ഇറങ്ങി വന്നു. യെരമ്യാവ് തീയും
ചുറ്റികയുമായി വചനത്തെ കണ്ടപ്പോൾ, യെശയ്യാവ് കാര്യം സാധിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന വചനമായി വചനത്തെ കണ്ടപ്പോൾ, ഒരിക്കലും നശിക്കാത്ത നിത്യതയുടെ ആരംഭവും അവസാനവുമില്ലാത്ത വചനമായി വചനത്തെ കണ്ടപ്പോൾ, ഇതാ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ മാറോടിരുന്നവൻ പറയുകയാണ്, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഞങ്ങളെ കേൾക്കുന്നവരെ, ആദിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പുസ്തകങ്ങളിൽ ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. രണ്ടാമത്തെ പുസ്തകം യോഹന്നാന്റെ സുവിശേഷമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. യോഹന്നാന്റെ ലേഖനത്തിലും ആദിയിൽ എന്ന പ്രയോഗമുണ്ട്. ആദി മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഈ വചനം ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന വചനം നമ്മുടെ ഇടയിൽ പാർത്തു. സന്തോഷം എന്ന് പറയുന്ന ഈ വ്യക്തിത്വം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആ ക്രിസ്തു എന്ന വചനം നമ്മുടെ ഇടയിൽ വന്നതുകൊണ്ടാണ്. പീലാത്തോസിന്റെ കൽദയ കളങ്ങളിൽ അടിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, രണ്ട് കാപാലികന്മാർ രണ്ട് സൈഡിൽ നിന്ന് 13 26 അടിയും നടുവിലായി നിന്ന് 13 അങ്ങനെ 39 അടിയും അടിച്ച് അവന്റെ പുറമുഴവ് ചാലുപോലെ ഉഴുതു കീറി അവൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ അവരെ ശിക്ഷിക്കുവാനല്ല പറഞ്ഞത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ക്രിസ്തുവിനെ, വചനത്തെ നാം കാണുന്നത്. ആ പുറത്ത് പച്ചപ്പൈൻമര കുരിശുമെടുത്തുകൊണ്ട് ഗോൽഗോഥയോളം നടന്നു നീങ്ങുന്ന യേശുവിനെ നോക്കി ഗലീല പുത്രിമാർ കരയുമ്പോൾ പറയുന്നത്, ഗലീല പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. വചനത്തിന് അവസാനമില്ല, വചനത്തിന് ബന്ധനമില്ല, വചനത്തിന് ഒതുക്കിക്കളയുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം വചനം നിത്യമാണ്. യേശുക്രിസ്തു ജഡമായി മനുഷ്യാവതാരത്തിൽ നമ്മുടെ ഇടയിൽ പാർത്തതിന്റെ ഉദ്ദേശം തന്നെ നമുക്ക് ആ വചനത്താൽ രക്ഷ വരുത്തുവാനാണ്. യോഹന്നാൻ 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞു, എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് നൽകിത്തരും. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, യേശുവാണ് യഥാർത്ഥ വചനം. യഥാർത്ഥ വചനമായവൻ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തിത്വത്തെ കാണുന്നത് പോലെ നിങ്ങളുടെ അടുക്കലേക്ക് ഇന്ന് രാത്രിയിലും ഈ വചന കേൾവിയാൽ ഇറങ്ങി വരുന്നു. അവൻ വചനമാണ്. ആ വചനം ഭൂമിയുടെ ആരംഭത്തിന് കാരണമാണ്. അവന് ആരംഭമില്ല, അവസാനമില്ല. അവൻ സ്വയസ്ഥിതനാണ്, സ്വയംഭൂവല്ല. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും പ്രതിഭാസങ്ങളാൽ ഉണ്ടാകുന്ന കൃമി, വിര, ഇതൊക്കെയാണ് സ്വയംഭൂ എന്ന് പറയുന്നത്. അങ്ങനെ സ്വയംഭൂ അല്ല ദൈവ സ്വയസ്ഥിതനാണ്. അവൻ ഇന്നും എന്നേക്കും അനന്യനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവന് ഗതിഭേദമെന്ന ആച്ഛാദനമില്ല. അവൻ സ്വയംഭൂവാണെന്നാരും പറയുന്നത്, അവൻ സ്വയസ്ഥിതനാണ്. ആ ദൈവമാണ് വചനമായി വന്നത്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈ സന്ധ്യയെങ്കിൽ വചനം തീയാണ്, വചനം ചുറ്റികയാണ്. നിങ്ങളെ ശുദ്ധീകരിക്കുന്നു, നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. വചനം വന്നത് കാര്യം സാധിപ്പിച്ചു തരാനാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ്. ഏതു പ്രവൃത്തിയാണ്? രക്ഷാ പദ്ധതിയുടെ പ്രവൃത്തി. ആക്ഷരികമായും ആത്മീകമായും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപോലെ വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുക, ആ വചനം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവായി വെളിപ്പെട്ടു. അവൻ ജഡമായി മനുഷ്യാവതാരം എടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ അരികിലും നിങ്ങളുടെ ഹൃദയത്തിലും എൻ്റെ ഹൃദയത്തിലും മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു വാഴുന്നു. അവൻ നിങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലും പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ആ സ്വർഗത്തിലെ സ്ഥിരമായ വചനം എൻ്റെ കാലിനും എൻ്റെ പാതയ്ക്കും ദീപവും പ്രകാശവുമാകുവാൻ ഇറങ്ങി വന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വചനം സ്വീകരിക്കാം, ക്രിസ്തുവിനെ സ്വീകരിക്കാം, അവന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കാം. ഈ രാത്രിയിൽ ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.
ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങൾ ഉയർത്തുന്നു. വചനം തീയായും പാറയെ തകർക്കുന്ന ചുറ്റികയായും ഞങ്ങൾക്ക് വെളിപ്പെട്ടല്ലോ. കാര്യം സാധിപ്പിച്ചു തരുന്ന പ്രവർത്തിക്കുന്ന വചനത്തിനായി സ്തോത്രം. ഒരിക്കലും നശിക്കാത്ത വചനത്തിനായി സ്തോത്രം. സ്വർഗത്തിൽ സ്ഥിരമായിരുന്ന വചനം മനുഷ്യാവതാരമെടുത്ത് ഞങ്ങളുടെ ഇടയിൽ പാർത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വചനം ജഡമായി ഞങ്ങളുടെ നടുവിൽ വസിച്ചതോർത്ത് സ്തോത്രം. ഇന്ന് രാത്രികാലവും ഞങ്ങളുടെ ഹൃദയത്തിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വാഴുന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ഞങ്ങളുടെ കർത്താവിനെ സ്വീകരിക്കുന്നു. രോഗങ്ങൾ, ബന്ധനങ്ങൾ, വെല്ലുവിളികൾ, നിരാശകൾ എല്ലാം മാറിപ്പോകട്ടെ. ക്രിസ്തുവിന്റെ വചനത്തിലും ക്രിസ്തു എന്ന വചനത്തിലും വിശ്വസിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാഗൽഭ്യം തരണമേ. കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ മാനിക്കണം, നന്മ വരുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.